നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും നിർണായകമാണ് കേരള രാഷ്ട്രീയത്തിൽ. കാരണം ഇനി രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്കാണ് സംസ്ഥാനം മാറുന്നത്. ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. രണ്ട്, 2026 ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിശക്തമായിരിക്കും. കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മറിയുകയും ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ കേരളത്തിലൊരു തുടർഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇവിടെ നിന്നായിരിക്കും ആദ്യ താക്കീത് കിട്ടാൻ പോകുന്നത്. അതായത് പിണറായി വിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗം കേരളത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ നിന്നറിയാൻ കഴിയും. അത് ഏറെക്കാലമായിട്ട് ജനങ്ങൾ നോക്കിയിരുന്നതുമാണ്. 26 വരെ കാത്തിരിക്കാൻ വയ്യ. അതിനു മുമ്പായിട്ട് തക്ക മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അവർ ബാലറ്റ് പേപ്പറിലൂടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു. കേരളത്തിൽ ഒരു സീറ്റ് മാത്രമാണ് CPM-ന്. BJP ഒരു സീറ്റ് നേടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും BJP അതിശക്തമായിട്ടുള്ള ഒരു പോക്കിലേക്കാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിലമ്പൂരിൽ മത്സരിക്കില്ല. നിലമ്പൂരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അനാവശ്യമായ ഒരു പണച്ചെലവായിട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. രാഷ്ട്രീയം മാത്രം ഉപജീവനമായിട്ട് കൊണ്ട് നടക്കുന്നവർക്കൊക്കെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് അതിലൂടെ ആഘോഷിച്ച് അറുമാദിച്ച് നടന്നാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ വ്യവസായിയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പുത്തരി കാര്യമല്ല. അതുകൊണ്ട് ഇവർ സ്വയം വരുത്തി വെച്ച ഒരു തെരഞ്ഞെടുപ്പാണത്. അതിന് കൊണ്ടുപോയി ആവശ്യമില്ലാതെ എറിയേണ്ട കാര്യമില്ല. കാരണം അവിടെ അങ്ങനെ ഇറക്കിയിട്ടൊരു പണം വെറുതെ ചെലവഴിക്കേണ്ടതായ ആവശ്യവുമില്ല. എന്തായാലും BJP-യുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു വിജയം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിക്കഴിഞ്ഞാലും ആ സ്ഥാനാർത്ഥി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് എന്തായിരിക്കും പറയുന്നത്? ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒരു 2% പോലും വോട്ടില്ലെങ്കിൽ പോലും ഏത് സ്ഥാനാർത്ഥിയും പറയുന്നത് അങ്ങനെയായിരിക്കും, ഞാൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന്. അത് ഒരു സ്ഥിര രാഷ്ട്രീയ ഭാഷ്യമാണത്. അതാണ് ഈ രാഷ്ട്രീയക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്. നമുക്കറിയാം BJP അവിടെ 2021 നേടിയതെന്ന് പറയുന്നത് 8500 വോട്ടേ നേടിയുള്ളൂ. അത് കൂടി വന്നാൽ ഒരു 10,000-ഓ 12,000-ഓ ആയി മാറുമായിരിക്കും. അതിന് മേലെ ഒന്നും പോകത്തില്ല. പിന്നെ എന്തിനാണ് അവിടെ പോയി ഈ പാർട്ടി പ്രവർത്തകരൊക്കെ വെറുതെ സമയം കളയുന്നത്, എനർജി കളയുന്നത്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കളയുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു നല്ല തീരുമാനമായിരിക്കാം. രാജീവ് ചന്ദ്രശേഖർ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറെ കഴിഞ്ഞ സമയത്ത് പ്രവർത്തനം ഏത് തരത്തിലാണ്, വിജയസാധ്യതയുണ്ടോ? സാധാരണ ഒരു രാഷ്ട്രീയ നേതാവാണെ പറയുന്നത് എന്താ, ഞാൻ വിജയിച്ചു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നായേ പറയത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം ഇന്നേ വരെ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത മറുപടി ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രമം നടക്കുന്നുണ്ട്, അതിൻ്റെ ഫലം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, അതിപ്പോൾ പറയുന്നില്ല. അതാണ് ഇനി ആവശ്യം. ഈ പഴയ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ വർത്തമാനങ്ങളെല്ലാം മാറ്റിമറിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഒരു ചെറിയ ചലനം നിലമ്പൂരിൽ ഉണ്ടാക്കും. BJP ഇവിടെ മത്സരിക്കുന്നില്ല എന്ന് വിചാരിച്ച് BJPക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ പരിഗണിക്കപ്പെടുന്നില്ല. BJPയുടെ വോട്ട് എങ്ങോട്ടേക്ക് പോകും, അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, നല്ല സ്ഥാനാർത്ഥിക്ക് വേണേൽ ചെയ്തോളൂ എന്നുള്ള രൂപത്തിലേക്ക് വിട്ടേക്കാം. കേരള രാഷ്ട്രീയത്തിൽ BJP നോട്ടമിട്ടിരിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള 20 മണ്ഡലങ്ങളാണ് ഇനിയും.
അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തി, 9 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് എത്തി. ആ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 2026 അധികാരത്തിൽ വരുമെന്നല്ല, 2026 അധികാരത്തിൽ വരണം എന്ന് കേന്ദ്ര നേതൃത്വം ഒന്നും BJPയോട് പറഞ്ഞിട്ടുമില്ല. രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ ശ്രമം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 31 അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അധ്വാനിക്കണം. ഇവിടെ 2 മുന്നണികളിലും ചില ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികൾക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ഒന്ന്, UDF മുന്നണിയിലുള്ള പ്രധാന കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 26 അധികാരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയും രക്ഷയില്ല. ഇനി അങ്ങോട്ടുള്ള നാളുകൾ നോക്കുകയേ വേണ്ട. CPM-നെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടിയാലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകത്തില്ല. എത്ര നാൾ മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതും കണ്ടറിയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളൊക്കെ ഇതിൽ നിന്ന് കൊഴിയാൻ സാധ്യതയുണ്ട്. ഒറ്റയാൾ പട്ടാളമായിട്ടൊക്കെ നിൽക്കുന്ന ഘടകകക്ഷികളുണ്ട് ധാരാളം, 2 മുന്നണികളിലുമുണ്ട്. UDF-നകത്ത് നോക്കിയാൽ CMB ഉണ്ട്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമുണ്ട്, അങ്ങനെ പോകുന്നു. ഇപ്പുറത്തെ നോക്കിക്കഴിഞ്ഞാൽ LDF-ൽ നോക്കിക്കഴിഞ്ഞാലുണ്ട് നമ്മുടെ ജനാധിപത്യ കേരള കോൺഗ്രസ്, ആന്റണി രാജു ഉണ്ട്, IML-ന്റെ അഹമ്മദ് ദേവർകോവിലുണ്ട്, രാമേന്ദ്രൻ കടന്നപ്പള്ളിയുണ്ട്. ഇതൊക്കെ അങ്ങ് ഇല്ലാതാകും. രാമേന്ദ്രൻ കടന്നപ്പള്ളി ഒന്നും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കില്ല. അദ്ദേഹത്തിന് പ്രായമായി, മാറി നിൽക്കും, മാറ്റി നിർത്തും. CPM ആ സീറ്റങ്ങെടുക്കും. അതൊക്കെ ഇങ്ങനെ കുറച്ചു കാലം വരെ ഇങ്ങനെ CPM ഈ മറ്റുള്ളവരുടെ സീറ്റൊക്കെ വിഴുങ്ങി നിൽക്കുകയുള്ളൂ. പിന്നീട് അങ്ങോട്ട് CPM ക്രമേണ ഇല്ലാതാകും. അവിടെയായിരിക്കും BJPയുടെ ഒരു വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് അപ്രസക്തമാകുന്ന ഒരു കാലം വരും. കോൺഗ്രസിന് 26-ൽ ഭരണം കിട്ടിയില്ലെങ്കിൽ വലിയ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും പോവുക. പിന്നെ കോൺഗ്രസിനോടൊപ്പമുള്ള ഘടകകക്ഷികളൊന്നും ഉണ്ടാകത്തില്ല. അവരിലെ പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്ന ലീഗാണ്. ലീഗ് ഉറപ്പായി അവർക്ക് വേറെ വഴി നോക്കേണ്ടി വരും. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഉണ്ട്, ജോസഫ് ഉണ്ട്, CMB ഉണ്ട്, മുസ്ലിം ലീഗ് പ്രധാന ഘടകകക്ഷിയാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഘടകകക്ഷികൾ മറ്റു വഴികൾ നോക്കുമ്പോൾ കോൺഗ്രസ് തന്നെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇത് 2026-ൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാർ അധ്വാനിക്കണം. അവരുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരസ്പരം കലഹിക്കുക, പാരവിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്തായാലും കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് ഇനിയുള്ള ഉള്ള നാളുകൾ. കേരള രാഷ്ട്രീയത്തിൽ ഇതിനകത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ ഘടകമായി മാറുകയും ചെയ്യും. BJP കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന സ്പേസ് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഈ 2026-ലെ ഭരണത്തിലേക്ക് ആർക്ക് കടക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ പച്ചക്കൊടിയാണ് വീശാൻ പോകുന്നത്. അത് ആർക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്.